ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഇന്ന് വേൾഡ് മാർക്കറ്റ് നോക്കുകയെന്ന് വെച്ചാൽ എല്ലാം ഗ്രീനിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴത്തെ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഏകദേശം ഒരു 0.5% ഹൈയിലാണ്, 0.55% ഹൈയിലാണ്, 228 പോയിന്റ് അപ്പിലാണ്, ഗ്രീനിലാണ് ഇപ്പോൾ കാണുന്നത്. നാസ്ഡാക്ക് കോമ്പോസിറ്റ് കാണുന്നത് 197 പോയിന്റ് അപ്പിലാണ്, ദാറ്റ് ഈസ് +1.13%. S&P 500 കാണുന്നത് 56 പോയിന്റ് അപ്പാണ്, ദാറ്റ് ഈസ് +1% അപ്പിലാണ് കാണുന്നത്. സോ എല്ലാ വേൾഡ് മാർക്കറ്റും ഇന്ന് ഗ്രീനിലാണ് കാണുന്നത്. സോ അതുകൊണ്ട് നാളെ ഇപ്പം നമ്മുടെ മാർക്കറ്റും അത് ഗ്രീനിൽ തന്നെ ഓപ്പൺ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്രണ്ട് ക്രൂഡിന് ഇന്നത്തെ വില ഇപ്പം കാണുന്നത് $78, 78.82, ദാറ്റ് ഈസ് -1.43 ഡൗൺ ആണ്. സോ ഗോൾഡിൻ്റെ പ്രൈസ് -0.84% ഡൗൺ ആണ്. സോ ബ്രണ്ട് ക്രൂഡിൻ്റെ വില കുറച്ച് കുറഞ്ഞത് കൊണ്ട് നാളെ ഇപ്പം ഈ പെയിൻറ് സ്റ്റോക്സ് ലൈക്ക് ഏഷ്യൻ പെയിൻറ്റിൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പെയിൻറ് സ്റ്റോക്സും ഏഷ്യൻ പെയിൻറ്റ്സും റിലേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ കമ്പനി ഇന്ത്യൻ്റെ ONGC ഇന്ന് വെനിസുലയിലുള്ള ഒരു പ്രോജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ US അപ്രൂവൽ വേണമെന്ന് പറയുന്നുണ്ട്. അത് ഷെവ്രോൺ പോലത്തെ ഒരു US ഓയിൽ മേജർ ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ONGC സ്റ്റോക്ക് നാളെ കുറച്ച് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും. ONGC, ഏഷ്യൻ പെയിൻറ്റ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്സ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുന്നുണ്ട്, ഈ മാസം മുഴുവൻ അഡാനി പോർട്ടാണ്. സോ അഡാനി പോർട്ടിന് നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. കാരണം അഡാനി പോർട്ട് അത് പിന്നെ ഒരു മെജോറിറ്റി സ്റ്റേക്ക് ഇൻ ആൻ ഓഫ് ഷോർ സപ്പോർട്ട് വെസൽ ഓപ്പറേറ്റർ, അത് $185 മില്യൺ ഒരു ഫ്ലോർ വാങ്ങിക്കുന്നുണ്ട്. അവർ പോർട്ട് ഓപ്പറേഷൻ്റെ ഒരു വെസൽ, ഒരു സപ്പോർട്ട് വെസലാണ്. അതിൻ്റെ പേര് ആസ്ട്രോ ഓഫ് ഷോർ എന്നാണ്. ഈ ആസ്ട്രോ ഓഫ് ഷോർ ഇൻ വിച്ച് അഡാനി പോർട്സ് വിൽ ബൈ 80% സ്റ്റേക്സ്, ഓൺസ് എ ഫ്ലീറ്റ് ഓഫ് 26 വെസൽസ് എന്ന് പറയും. സോ അതിൽ 80% സ്റ്റേക്ക് ആസ്ട്രോ ഓഫ് ഷോർ വാങ്ങിക്കുന്നുണ്ട്. ഈ ആസ്ട്രോ ഓഫ് ഷോറിന് 26 വെസൽ ഇൻക്ലൂഡിങ് ബാർജസ്, വർക്ക് ബോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ മെയിൻ കസ്റ്റമേഴ്സ് തന്നെ NMDCയും പിന്നെ കൺസ്ട്രക്ഷൻ ബെൽവെദറായ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. സോ ഇവരൊക്കെ അതുകൊണ്ട് ഒരു നല്ല റെഡി ബിസിനസ് തന്നെ കയ്യിൽ അഡാനി പോർട്ടിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അഡാനി പോർട്ടിൻ്റെ വലിയൊരു കോമ്പറ്റേറ്ററാണ് JSW ഇൻഫ്രാസ്ട്രക്ചറും ഗുജറാത്ത് പിപ്പാവാവ് ഷിപ്പിങ്ങിൻ്റെയും 2 കമ്പനീസ്. അപ്പോൾ ഈ കമ്പനീസിനെക്കാട്ടും ഹെഡായിട്ട് ഈ അഡാനി പോർട്ടിന് ഈ കമ്പനി വാങ്ങുമ്പോൾ ആസ്ട്രോ ഓഫ് ഷോർ വാങ്ങുന്ന സമയത്ത് ദേ ക്യാൻ ഹാവ് എ ലീഡ്. സോ ഇതാണ് ഞാൻ കണ്ടത്. നാളെ ഇപ്പോൾ നിങ്ങൾ അഡാനി പോർട്ട് വാച്ച് ചെയ്തു. കാരണം അഡാനി പോർട്ട് വെള്ളിയാഴ്ച അത് ക്ലോസിങ്ങിൽ നല്ലൊരു ഷാർപ്പ് റിക്കവർ ചെയ്തിരുന്നു. മേ ബി ചിലപ്പോൾ മാർക്കറ്റ് ന്യൂസ് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് എനിക്കറിയില്ല. അതായിരിക്കണം അതിൻ്റെ ഒരു കാരണം. പിന്നെ എനിക്ക് ഇന്ന് വേറെ മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്സിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച കുറച്ച് സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. HDFC ബാങ്കിൻ്റെ പ്രൈസ് വന്നത് 1636 ആയിരുന്നു. HDFC ബാങ്ക് 1636 ഞാൻ പറഞ്ഞ പോലെ 1600, 1640 ആ റേഞ്ചിൽ കുറച്ച് ദിവസങ്ങളായി മൂവ് ചെയ്യുന്നത്. 1670 ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിനൊരു പിന്നെ മുകളിലേക്ക് പോകാനുള്ളൂ. സോ ഞാൻ കാണുന്ന അപ്പർ ലിമിറ്റ് 1670-ഉം 1600 ലെവൽ, ആ ലെവലിൽ അങ്ങനെയാണ് HDFC റേഞ്ച് കാണുന്നത്. പക്ഷെ നല്ലൊരു സ്റ്റോക്ക് കണ്ടത് റെയിൽ വികാസ് നിഗം എന്നുള്ള സ്റ്റോക്കാണ്. അതിപ്പം ചെയ്യുന്ന പ്രൈസ് 670 റുപ്യയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4% ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ്. അതിൽ ഏകദേശം 121 മില്യൺ വോളിയം കാണുന്നുണ്ട് ഈ റെയിൽ വികാസ് നിഗം. പക്ഷേ സ്റ്റോക്ക് വളരെ ഹൈയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിലൊക്കെ ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയ്യുന്നുണ്ടല്ല. ഭാരതി എയർടെൽ ഇസ് എ ഗുഡ് പെർഫോമർ. ഓയിൽ ഇന്ത്യ +97% പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്. പിന്നെ പ്രസ്റ്റേജ് എസ്റ്റേറ്റ് എന്നൊരു കമ്പനി, അതും 1813 റുപ്യാണ് പ്രൈസിൻ്റെ. ഇപ്പോൾ 5% ഗെയിൻ വെള്ളിയാഴ്ച ചെയ്തിട്ടുണ്ട് പ്രസ്റ്റേജ് റിയൽ എസ്റ്റേറ്റ്. പക്ഷേ അത് 54 P/E കാണുന്നത്. പിന്നെ ഫാമിൽ നോക്കുകയെന്ന് വെച്ചാൽ ചെയ്തത് ഈ മോശമായി ചെയ്തത് സൈഡസ് ലൈഫ് സയൻസ് ആണ്. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കാണുന്നത് 1127 സൈഡസ് ലൈഫ് സയൻസ്. ഇൻഫോസിസ് കാണുന്നത് 1943.
ഇൻഫോസിസ് നന്നായി ചേരുന്നുണ്ട്, +0.54% ഹൈയിലാണ് ഇൻഫോസിസ്, ഓൾമോസ്റ്റ് ഹൈ തന്നെ ഉള്ളത് ഇപ്പം. പിന്നെ നന്നായി ചെയ്ത സ്റ്റോക്ക് ICICI ബാങ്ക് ചെയ്തിരുന്നു വെള്ളിയാഴ്ച. പിന്നെ 197 കമ്മ്യൂണിക്കേഷൻ, നമ്മളെ Paytm ഇല്ലേ, അത് 621 റുപ്യയിൽ അത് ചെയ്യുന്നുണ്ട്, അത് +12% ഗെയിൻ ചെയ്തിരുന്നു. പിന്നെ ബന്ധൻ ബാങ്കും വളരെ ലോയിലുണ്ടായിരുന്നു, അത് ഇന്നലെ നന്നായി ചെയ്യുന്നു, +3.2% ഗെയിൻ ചെയ്തൊരു ബാങ്കായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് വലിയൊരു മൂവ് ചെയ്തില്ല. ടാറ്റ കൺസൾട്ടൻസി ഈസ് ഓൾസോ 4550, അത് ഹൈയിൽ തന്നെയുള്ള ടാറ്റ കൺസൾട്ടൻസി. പിന്നെ കോൾ ഇന്ത്യ ഈസ് ഓൾമോസ്റ്റ് 524. സോ വലിയ ഇതാണ് ഒരു മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡഡ് സ്റ്റോക്സ് ഞാൻ കണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ഈ വേറൊരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ സൗദി അറേബ്യ ഇത് 2034 ഈ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സൗദി അറേബ്യ ആണ്. പക്ഷെ ഖത്തറിലെ ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരാൻ പോകുന്നത് സൗദി അറേബ്യ ആണ്. അത് സൗദി അറേബ്യ ഈസ് ഫസ്റ്റ് സിംഗിൾ കൺട്രി ടു ഹോസ്റ്റ് എ 48 ടീം ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഇവന്റ് നടക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യനെ പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മളെ ഈ ബുഷ് അഡ്മിനിസ്ട്രേഷൻ പണ്ടുണ്ടായിരുന്നല്ലോ, അയാൾ ഇറാഖിൽ ഒരു അറ്റാക്ക് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു 2003 തോന്നുന്നു, എൻ്റെ മെമ്മറി കറക്റ്റ് ആണെങ്കിൽ ഇറ്റ് വാസ് ഇൻ 2003. വൈ ഡിഡ് ബുഷ് അഡ്മിനിസ്ട്രേഷൻ അറ്റാക്ക് ഇറാഖ്? ഇറാഖ് ഒരിക്കലും ഒരു അമേരിക്കയുടെ ഒരു ശത്രു ആയിരുന്നില്ല. എത്രയോ കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു കൺട്രിയാണ് ഇറാഖ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ. പക്ഷേ ഈ ഇറാഖ് വൈ അമേരിക്ക അറ്റാക്ക് ഇറാഖ്? അപ്പോൾ ഈ ബുഷ് അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ് അന്ന് അമേരിക്കൻ സോൾജേഴ്സിനെ ഇറാഖിൽ അയക്കേണ്ട ഒരു കാരണം? അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് അവർ പറഞ്ഞ് ഇറാഖിൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ വേൾഡ് മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇറാഖിനെ ആക്രമിച്ചിട്ട് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കണ്ടെത്തും. സോ അതാണ് അന്ന് എല്ലാ TV ന്യൂസിലും നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അന്ന് ഇറാഖ് വളരെ ക്ലിയർലി ഡിനൈ ചെയ്യുന്നു, ഞങ്ങളെ കയ്യിൽ അങ്ങനത്തെ യാതൊരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ നമ്മുടെ ഈ CNN ഈ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ, എനിക്ക് ഓർമ്മയുണ്ട്, അവരും ഈ ജോർജ് ബുഷ് സെക്കൻഡ് പറയുന്നത് പിന്നെ ഇവരെ കയ്യിൽ മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചുണ്ടോ, ഇവരെല്ലാം അമേരിക്കൻ സോൾജേഴ്സിൽ ഇറാഖിൽ പോയി അവർ ഇറാഖിനെ മുഴുവൻ ആ കൺട്രീനെ ഡിസ്ട്രോയ് ചെയ്തു, അവിടുത്തെ ഓയിൽ വെൽസൊക്കെ തീയിട്ട് നശിപ്പിച്ചു, സദാം ഹുസൈൻ അവസാനം വെടിവെച്ച് കൊന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഇവർക്ക് ഒരു ലിറ്റർ സൾഫൂറിക് ആസിഡ് പോലും അവിടുന്ന് കണ്ടെത്താനോ ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനും കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. അതെന്താ അതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം മിക്കവാറും എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊക്കെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പല കൂട്ടരും ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ CNN വൂൾഫ് ബ്ലേറ്റ്സറും അന്നത്തെ വലിയ ആങ്കർ ആയിരുന്നല്ലോ CNN വൂൾഫ് ബ്ലേറ്റ്സർ. പിന്നെ ഈ 2-3 ആങ്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ക്രിസ്ത്യാന ആമൻപൂർ, ഇവരൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ദർ ഈസ് നോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇൻ ഇറാഖിനോ. സോ അതിനെന്താ കാരണം വെച്ചാൽ ഈ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓയിൽ ഇൻട്രസ്റ്റ്, നമുക്ക് ഇറാഖിൻ്റെ ഓയിലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് വേറെ കൂട്ടർ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ബുഷ് അഡ്മിനിസ്ട്രേഷന് ഇറാഖിൻ ഓയിൽ എടുക്കുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് അവർക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സൗദി അറേബ്യ മോർ ലുക്രേറ്റീവ് പ്ലേസ് ടു ഗോ ഓൾസോ. അവർക്ക് ഓയിൽ പ്രൊഡക്ഷനും ഓയിൽ റിഫൈനറീസും എല്ലാം ഉള്ളൊരു കൺട്രിയാണ്. അപ്പോൾ സൗദി അറേബ്യ എന്തുകൊണ്ട് അവർ സൗദി അറേബ്യയിൽ ഓയിലിന് പോയില്ല, എന്തുകൊണ്ട് ഇറാഖിലേക്ക് ഓയിലിന് പോയി? അപ്പോൾ ഈ വാറിന്ന് ആരാന്ന് ഇപ്പം ബെനിഫിറ്റ് ചെയ്തത്? ഈ ഇറാഖ് വാറിന്ന് ഇപ്പം വാർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2003 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലത്തിന് കൂടുതലായി. പക്ഷേ ഹൂ ബെനിഫിറ്റഡ് ഫ്രം ദി ആക്ഷൻ? സദാം ഹുസൈൻ അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് ത്രെട്ടായിരുന്നു അമേരിക്കക്കോ ലോകത്തിനോ ആ സമയത്ത് വലിയൊരു ത്രെട്ടായിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടില്ല സദാം ഹുസൈൻ ഒരു വലിയൊരു ത്രെട്ടായിട്ട് ലോകത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കക്ക് ഒരു ത്രെട്ടായിരുന്നു.
സദാം ഹുസൈൻ ആക്ച്വലി അതിൻ്റെ സദാം ഹുസൈൻ ത്രെട്ടായിരുന്നത് സൗദി അറേബ്യക്കാർ. സദാം ഹുസൈൻ വാസ് നെവർ എ ത്രെറ്റ് ടു എനി അതർ നേഷൻ. ഇറ്റ് വാസ് എ ത്രെറ്റ് ടു സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യ അന്ന് ഈ ബുഷ് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ പറയുന്ന ഈ ബുഷ് അഡ്മിനിസ്ട്രേഷന്, ബുഷ് ഫാമിലിക്ക് $30 ബില്യൺ അന്ന് കൊടുത്തിരുന്നു. അതിപ്പോൾ ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഈ $30 ബില്യൺ കൊടുത്തിട്ട് ഇറാഖിൽ അവരെ സോൾജേഴ്സിനെ അയച്ചിട്ട് സദാം ഹുസൈനെ ടെർമിനേറ്റ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് ശരിക്ക്, ഇങ്ങനെയുള്ള ഇപ്പോൾ കാണുന്ന പല ന്യൂസും കാണുന്നത്. കാരണം വെച്ചാൽ പിന്നെ അവരെന്താ പറയുന്നത് വെച്ചാൽ, ഈ സൗദി അറേബ്യയാണ് ഈ ഒപെക് കൺട്രോൾ ചെയ്യുന്നൊരു കൺട്രി. ദേ ഹാവ് കൺട്രോൾ ചെയ്യുന്ന ഒപെക് കുറേ കൺട്രീസ് ഉണ്ട്, പക്ഷെ അതിൽ അപ്പർ ഹാൻഡ് ഉള്ളത് സൗദി അറേബ്യക്കാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ, ദേ വാണ്ട് ടു കീപ്പ് ഇറാഖി ഓയിൽ ഓഫ് ദ വേൾഡ് മാർക്കറ്റ്. ഒരു ലോകത്തിൽ ഒരു കൺട്രി വേൾഡ് മാർക്കറ്റിൽ നിന്ന് ഇറാഖി ഓയിലില്ല മാർക്കറ്റ് എന്നാണ്. സോ എവറിബഡി ഷുഡ് ബൈ ഫ്രം സൗദി എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. സോ സൗദി അറേബ്യ ഒരു വലിയൊരു ഒരു സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടായിരുന്നു ഇറ്റ് വാസ് എ പ്രോക്സി വാർ പിന്നെ ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ, അതിൻ്റെ ഒരു ഫേമസ് ബുക്സും അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ വരുന്നത്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ന്യൂസാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ സൗദി അറേബ്യൻ്റെ ആ സമയത്ത് 1999 സൗദി ഓയിൽ മിനിസ്റ്റർ പേരെന്ന് വെച്ചാൽ അലി അൽ നൈമി എന്നാണ്. അപ്പോൾ അയാൾ പണ്ട് പറഞ്ഞിരുന്നു, അലി അൽ നൈമി പറഞ്ഞത് ഒരു ഹൂസ്റ്റൺ ഫോറത്തിൽ വെച്ച് പറഞ്ഞെന്ന് വെച്ചാൽ, ഈ സൗദി അറേബ്യക്ക് എല്ലാ കോസ്റ്റും ഇൻക്ലൂസീവായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് പെട്രോളിയം ബോസ് $1.5 പെർ ബാരലേ ആവുന്നതാണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഡിസ്കവറിങ് ന്യൂ ഡിസ്കവറീസ് ഈസ് ഓൺലി $0.1 ബാരലിൻ്റെ മുകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് ദി ആവറേജ് കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ബാരൽ ഓഫ് ഓയിൽ ഈസ് അബൌട്ട് $5 വരുന്നുണ്ട്. സോ അപ്പോൾ ഈ സൗദി അറേബ്യ ഇന്ന് ലോ കോസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസറാണ്. ഒരു കൺട്രിക്കും സൗദി അറേബ്യൻ്റെ ആ കോസ്റ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ ലോകത്തിൽ വലിയൊരു കൊമോഡിറ്റീസ് ട്രേഡർ ഉണ്ടായിരുന്നു. ആൾ പേര് റെയ്മണ്ട് ലാർസി എന്നായിരുന്നു. ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, വേൾഡിൽ ഫസ്റ്റ് ദേ ഹാഡ് ടു യൂസ് ദ ചീപ്പസ്റ്റ് ഓയിൽ. ആ ചീപ്പസ്റ്റ് ഓയിലെല്ലാം കഴിഞ്ഞ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എക്സ്പെൻസീവ് ഓയിലിന് പോകേണ്ട ആവശ്യമുള്ളൂ. സോ ലെറ്റ് ദ സൗദി അറേബ്യ ഡ്രെയിൻ ഔട്ട് ആൻഡ് ദെൻ വി വിൽ എക്സ്പ്ലോർ ദ ഓയിൽ. $15 എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ $5 എക്സ്പ്ലോർ ചെയ്യുന്ന ഓയിലിന് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. സോ തൽക്കാലം നമ്മളിപ്പോൾ ഈ ചീപ്പസ്റ്റ് ഓയിൽ യൂസ് ചെയ്യാമെന്ന്. സോ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഓയിലിൻ്റെ പഴയ വെൽസ് വറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പം പുതിയ ഓയിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിനുള്ള കോസ്റ്റ് കൂടിക്കൂടി വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ കണക്കുകൾ ഏകദേശം ഒരു 2000 ആ റേഞ്ചിലുള്ള പ്രൈസാണ്. സോ ഒപെക് കൺട്രോൾ ചെയ്യുന്നത് സൗദി ആണെങ്കിലും, പക്ഷേ എന്ന് വെച്ചാൽ ഇവർക്ക് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓയിൽ എക്സ്പോർട്ടിങ് കപ്പാസിറ്റി ഉണ്ട്. അവർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൊഡ്യൂസറാണ്. സോ അതുകൊണ്ട് വേറൊരു ഒപ്പക് കൺട്രികൾക്ക് ഇവരൊക്കെ നോൺ ഒപ്പക് കൺട്രികളും സൗദി അറേബ്യ പറയുന്ന പോലെ കേൾക്കണം. കാരണം അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസ് മോർ ആൻഡ് റെഡ്യൂസ് ദ പ്രൈസ്. സോ ദേ ഓൾസോ ബെനിഫിറ്റഡ്. സോ ദേ ഹാവ് ആൻ അപ്പർ ഹാൻഡ് ഓൾവേസ്. സോ അതാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഈ ഇറാഖ് വാറിനെ കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇറാഖ് വാറിൽ സംഭവിച്ചാൽ, ഈ ഇറാഖിൽ അമേരിക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്തത് ഈ അവിടെയുള്ള കുറേ കുർദുകൾ. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കുർദുകൾ അമേരിക്കയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കൂട്ടാണ്. കുർദുകൾ മാത്രമല്ല, അവിടെയുള്ള ഷിയായിറ്റ്സ്. ഈ ഷിയായിറ്റ്സ് സദാം ഹുസൈൻ കൊന്ന കുറേ ആൾക്കാരാണ്. ഈ ഷിയ മുസ്ലിങ്ങൾ സദാം ഹുസൈൻ കൊന്നൊടുക്കുന്നത്. അപ്പോൾ ഷിയ മുസ്ലിങ്ങൾക്ക് സദാം ഹുസൈനോട് വലിയ ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഷിയകളും ഈ കുർദുകളും അമേരിക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ അമേരിക്ക ഈ അവസാനം ഈ ഷിയകളെയും കുർദുകളെയും കൈവിട്ട് കളയുകയും ചെയ്തു. അതിപ്പോൾ അവരെ വലിയൊരു എനിമീസായിട്ട് മാറി, അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റായി മാറി. അതുമാത്രമല്ല, ഈ യുദ്ധത്തിൽ എന്ന് വെച്ചാൽ ഇവരിപ്പോൾ പറയുന്നത് 26,000 അമേരിക്കൻ ട്രൂപ്സിന് വൂണ്ടഡ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി കണക്ക് പറയാറ്, പക്ഷെ അൺഒഫീഷ്യലി അതിലും കൂടുതലുണ്ട്. പല ആൾക്കും കൈ പോയിട്ടും കാല് പോയിട്ടും ബോംബ്, ഈ കുഴി ബോംബുകളിൽ പെട്ടിട്ട് മൈൻസിലും പെട്ടിട്ട് ഇവരും എത്രയോ അമേരിക്കൻ സോൾജേഴ്സ് ഇപ്പോഴും ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മോർ ദാൻ 3,800 സോൾജേഴ്സ് ആൻഡ് മെറൈൻസ് ഡെഡ്. ഇത് അമേരിക്കൻ്റെ കണക്ക് പറയാം, പക്ഷെ അതിനും കൂടുതലുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. എത്രയോ ആൾക്കാർ ഇതിനകത്ത് മരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ കണക്ക് പ്രകാരം പറയുന്നത്. സോ അതായിരുന്നു അത് വലിയൊരു
എനിക്ക് ഇതിന് ഈ സൗദി അറേബ്യൻ്റെ ഈ ഇൻഫ്ലുവൻസ് ഇറാഖ് വാറിനെ കുറിച്ച് പറയാനുള്ളത്. എനിവേ അത് നമുക്ക് കൂടുതൽ പറയാം, അതിനെക്കുറിച്ച് പറയാൻ ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരു ബുക്ക് എന്നാണ് ഒരു മൂവി ഉണ്ടായിരുന്നു, മൈക്കിൾ മൂർസ് എന്ന് പറഞ്ഞ ഒരാള്, ഫാരൻഹീറ്റ് ഹീറ്റ് 9/11 എന്നൊരു മൂവി ഉണ്ടായിരുന്നു. പിന്നെ ക്രെയ്ഗ് ഉൻഗർ എന്ന് പറഞ്ഞ അയാളൊരു ബുക്ക് ഉണ്ട്, ഹൗസ് ഓഫ് ബുഷ് ആൻഡ് ഹൗസ് ഓഫ് സൗത്ത് എന്ന്. പിന്നെ റേച്ചൽ റെയിൻഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്, ഫണ്ടിങ് ഈവിൾ എന്നുള്ളത്. ആരാണ് ഈ ഈവിളിനെ ഫണ്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പം താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇന്ന് ഞായറാഴ്ചയാണ്, സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഔട്ട് ഓഫ് ദ ടോപ്പിക് സംസാരിച്ചത്.